بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ വീഡിയോയിൽ നമ്മൾ 3-ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ ചോദ്യം നൂസുലുബിൽ മുനാസിബി യോജിച്ചതുകൊണ്ട് ചേർക്കാം. 5 ചോദ്യങ്ങളാണുള്ളത്. അതിൻ്റെ ചില ഭാഗങ്ങളിൽ വിട്ടുപോയത് ലൊമീറുകളാണ്. അതേതാണ് എന്നുള്ളത് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ? അൻതും, അൻത, അൻതി, അൻതുന്ന, നാ. അപ്പോൾ ഇവയൊക്കെ ഓരോന്നിനോടും യോജിക്കുന്നത് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഏതെങ്കിലും ഇഷ്ടമുള്ളതൊക്കെ എഴുതി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ഇത് നമ്മൾ എങ്ങനെയാണ് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പഠിച്ചിട്ടുണ്ട്. ഒരു ആണിനോടാണെങ്കിൽ അൻത, അതേപോലെ അതേ ചോദ്യം അല്ലെങ്കിൽ പറയുന്നത് നമ്മൾ ഒരു പെണ്ണിനോടാണെങ്കിൽ അൻതി, ഇത് രണ്ടാണ് യോജിപ്പിക്കേണ്ടത് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ ആണുങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ പറയും അൻതും എന്നാണ് പറയുക. പിന്നെ കുറേ പെണ്ണുങ്ങളോടാണ് സംസാരിക്കുന്നതിൽ അൻതുന്ന എന്ന് പറയും. ഈ കാര്യങ്ങൾ മനസ്സിലുണ്ടായാൽ അർത്ഥം കൂടി നോക്കിയിട്ട് കറക്റ്റ് നമുക്ക് യോജിപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഒന്നാമത്തെ ചോദ്യം എന്താ? യാ ഉമ്മി, ഉമ്മ ഡാഷ് ആലിമത്തുൻ, നിങ്ങളെന്താ ആരാണ്? അറിവുള്ളവളാണ്. അപ്പോൾ അതിനോട് യോജിക്കുന്നത് ഏതാണ്? അൻതി എന്നുള്ളതാണ്. അതേ സ്ഥലത്ത് ഒരു ആണാണെങ്കിൽ നമ്മൾ അൻത കൊടുക്കും, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ അൻതി എന്നാണ്. അഥവാ യാ ഉമ്മി, ഉമ്മ അൻതി ആലിമത്തുൻ, നിങ്ങളാരാണ്? അറിവുള്ളവരാണ്. 2 യാ മുസ്ലിമാത്തു ഡാഷ് അഖവാത്തുൻ, ഓ മുസ്ലിം സ്ത്രീകളെ നിങ്ങൾ സഹോദരിമാരാണ് എന്നാണ് അവിടെ വേണ്ടത്. അവിടെ നിങ്ങൾ എന്നുള്ള അർത്ഥം വരുന്നൊരു ലൊമീർ വരണം. അപ്പോൾ ഇവിടെ ഏതാ വരിക? യാ മുസ്ലിമാത്തു, മുസ്ലിം സ്ത്രീകളെ, അൻതുന്ന അഖവാത്തുൻ, നിങ്ങൾ സഹോദരിമാരാണ്. ഇനി അതേപോലെ തന്നെ മൂന്നാമത്തെ നോക്കൂ. യാ മുസ്ലിമൂന, ഓ മുസ്ലിങ്ങളെ, മുസ്ലിങ്ങളായ പുരുഷന്മാർ, ആണുങ്ങളോടാണ് പറയുന്നത്. നിങ്ങൾ ഡാഷ് ഇഖ്വാനും, നിങ്ങൾ സഹോദരന്മാരാണ് എന്നാണ് വേണ്ടത്. അപ്പോൾ അവിടെ ഏത് കൊടുക്കണം? അവിടെ നേരത്തെ പറഞ്ഞ പോലെ 2 കാര്യങ്ങൾ ആണിനോടാണ് പറയുന്നത്, പിന്നെ കുറേ ആൾക്കാരോടും കൂടിയാണ് പറയുന്നത്. അപ്പോൾ അതിനോട് യോജിക്കുന്നത് ഏതാണ്? അൻതും എന്നാണ് അവിടെ യോജിക്കുക. അൻതും യാ മുസ്ലിമൂന അൻതും ഇഖ്വാൻ. 4-മത്തെ നോക്കൂ. യാ വലതു, ഓ ആൺകുട്ടി, ഒരു ആണിനോടാണ് പറയുന്നത്, ഒരാളുള്ളൂ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ യാ ഉമ്മി എന്നുള്ളത് പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ കൂടെ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ യാ വലതു ഡാഷ് ദാരിസുൻ, ഓ കുട്ടി, ഓ ആൺകുട്ടി, നീ വിദ്യാർത്ഥിയാണ്. അപ്പോൾ അവിടെ ഏതാ കൊടുക്കുക? അൻത എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. അപ്പോൾ യാ വലതു അൻത ദാരിസുൻ. ഇനി 5-മത്തേത് അബു ഡാഷ് ആബിദുൻ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ എന്നർത്ഥം വരാൻ ഏതാണ് കൊടുക്കുക? ഒരു പദത്തിൻ്റെ അവസാനം നാ എന്ന് കൊടുത്താൽ ഞങ്ങളുടെ എന്നർത്ഥം വരും. അതേപോലെ തന്നെ ആ വാക്കിൻ്റെ അവസാനം യാ കൊടുത്താൽ എൻ്റെ എന്നുള്ള അർത്ഥം വരും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഏതാണ് അങ്ങനെ യോജിപ്പിക്കാൻ പറ്റുന്നൊരു പദം ഏതാണുള്ളത്? നാ എന്നുണ്ട്. അബൂന ആബിദുൻ, ഞങ്ങളുടെ പിതാവ് ആബിദാണ് എന്നുള്ള അർത്ഥം വരും. ഉത്തരങ്ങളൊന്നും കൂടി പറയാം. യാ ഉമ്മി അൻതി ആലിമത്തുൻ. 2 യാ മുസ്ലിമാത്തു അൻതുന്ന അഖവാത്തുൻ. 3 യാ മുസ്ലിമൂന അൻതും ഇഖ്വാനുൻ. 4 യാ വലതു അൻത ദാരിസുൻ. 5 അബൂന ആബിദുൻ. 2-മത്തെ ആക്ടിവിറ്റി നുൻഷി ഉൽ അസ്ഇല, ചോദ്യങ്ങൾ നിർമ്മിക്കാം. ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ് 3 ചോദ്യങ്ങളാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഉത്തരങ്ങൾ നോക്കുക. 1-മത്തേൻ്റെ ഉത്തരം എന്താ? നഅം ഇൻദന കുത്തുബുൻ വ അഖ്ലാമുൻ, അതെ ഞങ്ങളുടെ അടുത്ത് പുസ്തകങ്ങളും പേനകളും ഉണ്ട് എന്നാണ് ഇവിടെ ഉത്തരമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ അതിൻ്റെ ചോദ്യം നമുക്ക് കൊടുക്കാം? നിങ്ങളുടെ അടുത്ത് പേനകളും പുസ്തകങ്ങളും ഉണ്ടോ എന്നാണ് ചോദിക്കുക. അപ്പോൾ അതെങ്ങനെ ചോദിക്കും? ഹൽ ഇൻദകും കുത്തുബുൻ വ അഖ്ലാമുൻ, ഹൽ ഇൻദകും കുത്തുബുൻ വ അഖ്ലാമുൻ. 2-മത്തെ എന്താ ഉത്തരം ഇവിടെ കൊടുത്തിട്ടുള്ളത്? നഅം നഖ്റഉ കിതാബന യാ ഉസ്താദ്, അതെ ഞങ്ങൾ ഞങ്ങളുടെ പുസ്തകങ്ങൾ വായിച്ചു ഉസ്താദേ. അപ്പോൾ എന്താ ചോദ്യം വരിക? നിങ്ങൾ നിങ്ങളുടെ പുസ്തകങ്ങൾ വായിച്ചോ എന്നാണ് ചോദ്യം വരിക. അതെങ്ങനെ അറബിയിൽ നമുക്ക് എഴുതാം? അലാ തഖ്റഊന കിതാബക്കും, അലാ തഖ്റഊന കിതാബക്കും. 3-മത്തെ ഉത്തരമായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് നഅം ഫിൽ ബിഇരി മാഉൻ കസീറുൻ, അതെ കിണറ്റിൽ വെള്ളമുണ്ട്, ധാരാളം വെള്ളമുണ്ട് എന്നാണ് ആൻസർ വരുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യം എന്താ? കാര്യം കിണറ്റിൽ വെള്ളമുണ്ടോ? അപ്പോൾ എങ്ങനെ ചോദിക്കാതെ അറബിയിൽ എങ്ങനെ ആക്കാം? ഹൽ ഫിൽ ബിഇരി മാഉൻ, ഹൽ ഫിൽ ബിഇരി മാഉൻ. ഇത് നമ്മൾ ഇതേപോലെ തന്നെ പുസ്തകങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം. 1-മത്തെ ക്വസ്റ്റ്യൻ ഹൽ ഇൻദകും കുത്തുബുൻ വ അഖ്ലാമുൻ എന്നാണ്. 2-മത്തെ ചോദ്യം അലാ തഖ്റഊന കിതാബക്കും എന്നാണ്. 3-മത്തെ ചോദ്യം ഹൽ ഫിൽ ബിഇരി മാഉൻ എന്നാണ് നമ്മൾ ചോദ്യങ്ങളായിട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ഇനി 3-മത്തെ ആക്ടിവിറ്റി നുറത്തിബു, തർത്തീബാക്കി കൊടുക്കാനാണ്.
ഓർഡർ തെറ്റിച്ചിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മളത് കറക്റ്റ് ഓർഡറിൽ കൊടുക്കുക. ഒന്നെന്താ സവാബുൻ ഇന്ദല്ലാഹി അലീമുൻ. നമ്മളത് കേൾക്കുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും എങ്ങനെ അത് കറക്റ്റാക്കാം. ഇന്ദല്ലാഹി ഫസ്റ്റ്, പിന്നെ സവാബുൻ രണ്ടാമത്, അലീമുൻ മൂന്നാമത്. ഇന്ദല്ലാഹി സവാബുൻ അലീമുൻ. അർത്ഥം കൂടി മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ അടുത്തൽ വണ്ണമായ പ്രതിഫലമുണ്ട്, അള്ളാഹുവിൻ്റെ അടുത്ത് മഹത്തായ പ്രതിഫലമുണ്ട് എന്നർത്ഥം പറയാം. 2 അൽ ജിദാരി അസ്സാഅത്തു അല. അതെങ്ങനെ കറക്റ്റ് ഓർഡറിലാക്കാം. അസ്സാഅത്തു ആദ്യം കൊടുക്കുക, അല രണ്ടാമത് കൊടുക്കുക, അൽ ജിദാരി അവസാനം കൊടുക്കുക. അപ്പോൾ എങ്ങനെ വരും? അസ്സാഅത്തു അലൽ ജിദാരി. ക്ലോക്ക് ചുമരിന്മേലാണ്. മൂന്നാമത്തെ ചോദ്യം ഖലമുൻ ഇന്ദദ്ദാരിസി വഖിർത്താസുൻ. അതെങ്ങനെ ഓർഡറിലാക്കാം. ആദ്യം ഇന്ദദ്ദാരിസി അത് ഫസ്റ്റ് കൊടുക്കാം, പിന്നെ ഖലമുൻ രണ്ടാമത്, വഖിർത്താസുൻ എന്നുള്ളത് അവസാനം. അപ്പോൾ അതെങ്ങനെ വരും? ഇന്ദദ്ദാരിസി ഖലമുൻ വഖിർത്താസുൻ. അപ്പോൾ എങ്ങനെ? വിദ്യാർത്ഥിയുടെ അടുക്കൽ പേനയും കടലാസുമുണ്ട് എന്നുള്ള അർത്ഥം വരും. നാലാമത്തത് ഇൽമൻ സിദ്ന നാഫിഅൻ. നമുക്കത് പെട്ടെന്ന് കിട്ടും, കാരണം അഖ്ലാഖിലൊക്കെ അതിൻ്റെ ഒരു ഹദീസ് പഠിച്ചതാണ്. ഇവിടെ എങ്ങനെ കൊടുക്കാം? സിദ്ന ഇൽമൻ നാഫിഅൻ. ആദ്യം സിദ്ന, പിന്നെ ഇൽമൻ, പിന്നെ നാഫിഅൻ. ഞങ്ങൾക്ക് ഉപകാരപ്രദമായ അറിവ് വർദ്ധിപ്പിച്ചു തരണേ എന്നർത്ഥം വരും. ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം. 1 ഇന്ദല്ലാഹി സവാബുൻ അലീമുൻ. 2 അസ്സാഅത്തു അലൽ ജിദാരി. 3 ഇന്ദദ്ദാരിസി ഖലമുൻ വഖിർത്താസുൻ. 4 സിദ്ന ഇൽമൻ നാഫിഅ. നാലാമത്തെ ആക്ടിവിറ്റി നുജീബ്, ഉത്തരം എഴുതാം. ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4 ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ ഉത്തരം എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ഉത്തരങ്ങൾ എഴുതുമ്പോൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അർത്ഥം എഴുതരുത്. അറബിയിൽ മാത്രമേ ഉത്തരങ്ങൾ എഴുതാൻ പാടുള്ളൂ. ലിസാനിൽ അർത്ഥം എഴുതാൻ വേണ്ടി തർജിമു എന്ന് പറഞ്ഞാൽ അർത്ഥം എഴുതാൻ വേണ്ടി തരുന്നത് മാത്രമേ അർത്ഥം എഴുതാൻ പാടുള്ളൂ. അതും മലയാളത്തിൽ എഴുതരുത്, അറബി മലയാളത്തിലാണ് എഴുതേണ്ടത്. ഒന്നാമത്തെ ചോദ്യം എന്താ അവിടെ? അയിന സിവാറുക്കി യാ ആയിഷ. ആയിഷ നിൻ്റെ വള എവിടെയാണ് എന്നാണ്. അതിൻ്റെ ആൻസർ നമ്മുടെ പുസ്തകത്തിൽ തന്നെ ഉണ്ട്. എങ്ങനെ എഴുതുക? സിവാരി ഫിയദി. സിവാരി എൻ്റെ വള, ഫിയദി എൻ്റെ കയ്യിലാണ്. രണ്ടാമത്തെ ചോദ്യം അയിന കലൻസു വത്തുക്ക യാ സുലൈമാൻ. സുലൈമാനെ എൻ്റെ തൊപ്പി എവിടെ എന്നാണ് ചോദ്യം. അപ്പോൾ എങ്ങനെ ആൻസർ ചെയ്താം? കലൻസുവത്തി അലാ റഅ്സി. കലൻസുവത്തി എൻ്റെ തൊപ്പി അലാ റഅ്സി എൻ്റെ തലമ്മേലാണ്. മൂന്നാമത്തെ ചോദ്യം അയിന തുഫാഹത്തു. അയിന തുഫാഹത്തു ആപ്പിൾ എവിടെയാണ്? അതിൻ്റെ ആൻസർ എന്താ? അത്തുഫാഹത്തു ഫിസ്സല്ലത്തി. അത്തുഫാഹത്തു ആപ്പിൾ ഫിസ്സല്ലത്തി കൊട്ടയിലാണ്. ആപ്പിൾ കൊട്ടയിലാണ്. നാലാമത്തെ ചോദ്യം അയിനൽ ഖാത്തമു യാ ഫാത്തിമ. ഫാത്തിമ മോതിരം എവിടെ എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ എങ്ങനെ? അൽ ഖാത്തമു ഫിൽ ഖിൻസിരി. അൽ ഖാത്തമു മോതിരം, ഫിൽ ഖിൻസിരി ചെറുവിരലിലാണ്. അൽ ഖാത്തമു ഫിൽ ഖിൻസിരി മോതിരം ചെറുവിരലിലാണ്. ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം. ഒന്നാമത്തെ ചോദ്യം അയിന സിവാറുക്കി യാ ആയിഷ. ആൻസർ സിവാരി ഫിയദി. രണ്ടാമത്തെ ചോദ്യം അയിന കലൻസുവത്തുക യാ സുലൈമാൻ. അതിൻ്റെ ആൻസർ കലൻസുവത്തി അലാ റഅ്സി. മൂന്നാമത്തെ ചോദ്യം അയിന തുഫാഹത്തു. അതിൻ്റെ ആൻസർ അത്തുഫാഹത്തു ഫിസ്സല്ലത്തി. നാലാമത്തെ ചോദ്യം അയിനൽ ഖാത്തമു യാ ഫാത്തിമ. അതിൻ്റെ ആൻസർ അൽ ഖാത്തമു ഫിൽ ഖിൻസിരി. അഞ്ചാമത്തെ ആക്ടിവിറ്റി നുക്കമ്മിലു, പൂരിപ്പിക്കാനാണ്. ഇവിടെ 3 ചോദ്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. 1 നഹ്നു തുല്ലാബുൻ സിഗാറിൻ നസ്തസീദു ഡാഷ്. നമ്മൾ ഒന്നാമത്തെ രണ്ടാമത്തെ ചോദ്യം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ അവസാന പാഠത്തിൽ പഠിച്ച ഒരു ദുആ ഉണ്ടല്ലോ, അതിലുള്ളതാണ്. അപ്പോൾ നഹ്നു തുല്ലാബുൻ സിഗാറുൻ നസ്തസീദു ഡാഷ് അവിടെ ചേർക്കേണ്ടത് വ നസ്തഈനു എന്നാണ്. നഹ്നു തുല്ലാബുൻ സിഗാറുൻ നസ്തസീദു വ നസ്തഈനു. 2 സിദ് ലനാ ഇൽമൻ ലനാ വൻഫഅ ലനാ ഡാഷ് അവിടെ എന്താ ചേർക്കേണ്ടത്? ബി ഇൽമിന എന്നാണ് ചേർക്കേണ്ടത്. സിദ് ലനാ ഇൽമൻ ലനാ വൻഫഅ ലനാ ബി ഇൽമിന. മൂന്നാമത്തത് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ഡാഷ് അവിടെ ചേർക്കേണ്ടത് ബഅദമാ അമാതനാ. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ. ഉത്തരങ്ങളൊന്നും കൂടി പറയുന്നുണ്ട്. നഹ്നു തുല്ലാബുൻ സിഗാറുൻ നസ്തസീദു വനസ്തഈനു. 2 സിദ് ലനാ ഇൽമൻ ലനാ വൻഫഅ ലനാ ബി ഇൽമിന. 3 അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ. ആറാമത്തെ ആക്ടിവിറ്റി നുതർജിമു, അർത്ഥം എഴുതാം. ഫിൽ ബുസ്താനി അസ്ഹാറുൻ. അതിൻ്റെ അർത്ഥമാണ് എഴുതി കൊടുക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മലയാളത്തിൽ എഴുതരുത്, അറബി മലയാളത്തിൽ എഴുതുക. എന്താണ് അതിൻ്റെ അർത്ഥം വരിക? പൂന്തോട്ടത്തിൽ പൂക്കളുണ്ട്. ഉത്തരം ഒന്നും കൂടി പറയുന്നു. ഫിൽ ബുസ്താനി അസ്ഹാറുൻ പൂന്തോട്ടത്തിൽ പൂക്കളുണ്ട്. ഏഴാമത്തെ ചോദ്യം നുഅരിബു, അറബിയാക്കാനാണ്.
എൻ്റെ പേര് ആബിദ എന്നാണ്. എൻ്റെ പേര് ആബിദ എന്നാണ്. എങ്ങനെ അറബിയാക്കാം? ഇസ്മി ആബിദ. അവിടെ എൻ്റെ പേര് എന്നുള്ളതിൻ്റെ അറബി ഇസ്മി എന്നുള്ള നമ്മൾ പഠിച്ചു വെക്കുക. പിന്നെ ഏതാണോ പേര് വെച്ചാൽ അതവിടെ ചേർത്ത് വിട്ടാൽ മതി. ഉത്തരം കൂടി പറയുന്നു. എൻ്റെ പേര് ആബിദ എന്നാണ്. ഇസ്മി ആബിദ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക. അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. അല്ലാഹു തആല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ, ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.